സുഗമോ ദേവി കിടിലൻ ട്വിസ്റ്റിലേക്കിട്ടോ നമ്മുടെ ദേവി പറഞ്ഞിട്ട് നമ്മുടെ മീര വില പൊക്കുന്നില്ല കേട്ടോ. ഒരു മരണം നടന്നാൽ പോലും ഞാൻ ഈ നന്ദനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറില്ല, ഒരു മരണത്തിന് പോലും ഇതിൽ നിന്നും എന്നെ പിന്മാറ്റാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ദേവിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതായത് ദേവിയെ കൊന്നൊടുക്കാനും താൻ മടിക്കില്ല എന്ന് തന്നെയാട്ടോ. അതിനുശേഷം നമ്മുടെ ദേവി പേടിച്ചിട്ട് നമ്മുടെ നന്ദൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി പറയുന്നുണ്ട്, മീര ഇപ്പോൾ ബലരാമൻ സാറിന് എല്ലാം അറിയിക്കും, അവർ തീരുമാനിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നന്ദൻ നേരിട്ട് നമ്മുടെ മീരയുടെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് നിന്റെ ഭർത്താവാകാൻ സാധിക്കില്ല, പ്ലീസ് ഞങ്ങളൊന്ന് ജീവിക്കാൻ അനുവദിക്കണം, നിന്റെ ഭർത്താവാക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല, ഞാൻ ദേവിയുടെ മാത്രം സ്വന്തമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീരയോട് പറയുന്നുണ്ട്. അപ്പോൾ മീര ഇതൊക്കെ കേട്ട് നമ്മുടെ നന്ദൻ്റെയും കൂടി ഭാഗത്തു നിന്നും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മീര ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാട്ടോ. അപ്പുറത്ത് നമ്മുടെ നന്ദനും നമ്മുടെ മീരയും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവി കലാവതിയുടെ മുന്നിൽ പോയി വിടുകയും കലാവതി പറയുന്നുണ്ട്, മോളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. അപ്പം നമ്മുടെ ദേവി പറയുന്നുണ്ട്, ആൻറ്റിക്ക് എങ്ങനെ? അപ്പം നമ്മുടെ കലാവതി പറയുന്നുണ്ട്, വാ നമുക്ക് പോയി സിറ്റ് ഔട്ടിൽ പോയി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ കാർത്തികയെ നമ്മുടെ ദേവിയെ തട്ടിക്കൊണ്ടു പോകാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കലാവതി ഒരു സിറ്റുവേഷൻ ഒരുക്കുകയാട്ടോ. അപ്പം അതിനപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ ഗിരീഷ് മാഷിൻ്റെയും രജനിയുടെയും വിവാഹം നമ്മുടെ സിദ്ധാർത്ഥൻ അനൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ കുടുംബക്കാർ കണ്ടെത്തിയ ബന്ധമൊന്നും അല്ല, അതുകൊണ്ട് ഇതിൽ എനിക്ക് മനസ്സുകൊണ്ട് വലിയ റോളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രജനിയും ഗിരീഷും കുറച്ച് സങ്കടത്തിലാട്ടോ. നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ഓപ്പണായിട്ട് തുറന്നടിച്ച് പറഞ്ഞല്ലോ തനിക്കിതിൽ താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞൊരു പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോ. ദേവിക്ക് എന്ത് സംഭവിക്കും? ദേവിയെ പിടിച്ചു നമ്മുടെ കലാവതിയുടെ കൈകളിൽ നിന്നും നമ്മുടെ ദേവിയെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ ഗിരീഷ് മാഷിനോ അല്ലെങ്കിൽ നന്ദനോ അല്ലെങ്കിൽ നമ്മുടെ ഭാർഗവി തന്നെ ആയിരിക്കുമോ നമ്മുടെ ദേവിക്ക് രക്ഷകയായി വരാൻ പോകുന്നത്? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.